ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൂർഗിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലേ വന്ന് ഇവിടെ റൂം എടുത്തതായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഇതൊരു ചെറിയൊരു റിസോർട്ടാണ്. ഒരു 3 കോട്ടേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞങ്ങളൊരു 10-12 പേര് ഒരു ടെമ്പോ ട്രാവലിലാണ് വന്നിരുന്നത്. ഇപ്പോൾ രാവിലെ ഇന്നെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ സൈറ്റ് സീയിങ് പോകാനുള്ള തയ്യാറെടുപ്പിലെല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ഇവിടുത്തെ റൈസ് ബാത്തും ഉണ്ടായിരുന്നു. റൈസ് ബാത്ത് കർണാടക സ്റ്റൈലാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ട്രാവൽ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഏകദേശം ഒരു അർദ്ധരാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കാടിന് നടുക്ക് ഉള്ള വീട് പോലുണ്ട്. അതുപോലെ ഇതിനടുത്തുകൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. നല്ല രസമാണ് കഴിച്ചത് ഇവിടെ. അപ്പോൾ ഇന്ന് ആദ്യം പോകുന്നത് മണ്ടൽപ്പട്ടി എന്ന ഒരു സ്ഥലത്താണ്. അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്, ഒരു മലയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയിട്ട് മഞ്ഞാണെന്ന് തോന്നുന്നു. അവിടെ മഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് കുറച്ച് വേസ്റ്റ് ആവും. പിന്നെ അതുപോലെ അവിടെ വരെ അങ്ങ് നമ്മുടെ വണ്ടി ചെല്ലത്തില്ല. അപ്പോൾ അതിനൊരു ജീപ്പ് ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പുകളെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ജീപ്പ് സ്റ്റാൻഡ് കണ്ടു ഞങ്ങൾ നിർത്തിയത് അതിൻ്റെ റേറ്റൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നില്ല, അങ്ങ് മുകളിൽ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ജീപ്പ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജീപ്പ് എടുത്ത് പോയാൽ മതി. ഞങ്ങൾ 12 പേരുള്ളതുകൊണ്ട് 2 ജീപ്പിലായിട്ട് പോകാനുള്ള പ്ലാനാണ്. ഒരു ജീപ്പിന് 2500 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റോഡില്ല ഗൈസ്. ശരിക്കും ഒരു ഓഫ് റോഡാണ്. നമ്മൾ കുടജാദ്രിയിലൊക്കെ പോകത്തില്ലേ, അതുപോലത്തെ ഒരു ഓഫ് റോഡാണ്. സാധാരണ വണ്ടികളൊന്നും ഇതിലെ പോവില്ല. ഓഫ് റോഡിന് പറ്റിയ ജീപ്പുകളെ പോവുകയുള്ളൂ. മുകളിലോട്ട് ചെല്ലുന്തോറും മഞ്ഞ് കൂടിക്കൂടി വരുവാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഒന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്, പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര മഞ്ഞാണ്. കണ്ടില്ലേ, മുന്നേ പോകുന്ന വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുന്നിൽ ജീപ്പ് പോകുന്ന കണ്ടില്ലേ, പക്ഷെ അതുപോലെ ശരി കാണാൻ പറ്റുന്നില്ല. അത്ര മഞ്ഞാണ്. ഇനി മുകളിലോട്ട് പോകുന്നതോറും മഞ്ഞ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വരവ് വേസ്റ്റായി പോകും മിക്കവാറും. ആദ്യം ജീപ്പിൽ പോയവരെല്ലാം നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വരെ ജീപ്പ് പോവുള്ളൂ. ഇവിടുന്ന് നമ്മൾ നടന്നു പോകണം മുകളിലോട്ട്. ചിലപ്പോൾ ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം ശരിയല്ല. മുഴുവൻ ഭയങ്കര മഞ്ഞാണ്, അതുകൊണ്ടൊന്നും കാണുന്നില്ല. മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. എന്നാൽ ഇതൊരു വൈബാണ്. മണ്ടൽപ്പട്ടിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടെ അബ്ബി ഫാൾസ് എന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടേക്കാണ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത നമ്മുടെ സ്പോട്ട്. അത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, എന്നാലും കാണാൻ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. നോക്കാം. ഞങ്ങളിവിടെ ഈ പാലത്തിൽ നിന്ന് കാണുമായിരുന്നു. അപ്പോഴാരോ പറഞ്ഞ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ പോകാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ അതിലൂടെ താഴേക്ക് ചെന്ന് കുറച്ച് അടുത്ത് വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. നോ എൻട്രി അല്ലേ?
അവിടെ അടുത്ത് ചെന്നപ്പോഴോ അവിടെ നിറയെ ആളുകളാണ് കൈ ആരും പോരതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഭയങ്കര ആളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ അതിൻ്റെ ആ പാലത്തിന് താഴെയായിട്ട് നമുക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ട്, കുറച്ച് ഒഴുക്കുണ്ട്. അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് സേഫല്ല. അതുകൊണ്ട് കരയിലൊക്കെ നിന്ന് നമ്മൾ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അവിടെ നിന്ന് നമ്മൾ പോയത് അബ്ബേ ഫാൾസ് എന്ന സ്ഥലത്തേക്കാണ്. ആദ്യം പോയത് കോട്ട അബ്ബേ ഫാൾസ്, ഒരു ചെറിയ ഫാൾസ്. ഇത് അബ്ബേ ഫാൾസ്. അത് വലിയൊരു വെള്ളച്ചാട്ടമാണ്, നല്ല രസമാണ്. താഴോട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ താഴെയുള്ള നല്ലൊരു വെള്ളച്ചാട്ടമാണ്, ഇച്ചിരി വലുതാണ്. അവിടെ മുകളിൽ തന്നെ ഒരു സിപ്പ് ലൈൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കുറച്ച് പേരൊക്കെ അതിൻ്റെ അകത്ത് കയറി. അത് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരവും നല്ല ഉയരത്തിലുള്ള 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിപ്പ് ലൈൻ ആയിരുന്നു. അത് കൊള്ളായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ കുടവെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കോഫിക്കും പിന്നെ ചോക്ലേറ്റിനും പ്രസിദ്ധമായ സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മടിക്കേരി ടൗണിൽ തന്നെയുള്ള ഒരു ചോക്ലേറ്റ് കടയിൽ കയറി. ഇതിപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉള്ളവരാണ്. അവർ ഇഷ്ടംപോലെ ചോക്ലേറ്റ് പല വെറൈറ്റിയിൽ, പല ടേസ്റ്റിൽ, അത് മധുരമുള്ളതും മധുരമില്ലാത്തതും, അങ്ങനെ പല ഇതിലുള്ള ചോക്ലേറ്റ്സുകളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അടുത്തായിട്ട് നമ്മൾ പോയത് രാജാ സീറ്റ് എന്നൊരു ഗാർഡനിലേക്കാണ്. അത് ഒരു ചെറിയ നല്ലൊരു ഗാർഡൻ എന്നുള്ളത്. ഗാർഡനും പിന്നെ ഗാർഡനോട് ചേർന്നായിട്ട് നല്ല ഒരു താഴ്വാരമുണ്ട്. നല്ല ദൂരെ നമുക്ക് മരങ്ങളൊക്കെ ദൂരെയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു താഴ്വാരം. അത്രേ ഉള്ളൂ. ഇവിടെ സായാഹ്നങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷേ ഭയങ്കര ഫേമസാണ് ഇത്. അവിടെ നിന്ന് നമ്മൾ പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ജനറൽ തിമ്മയ്യ എന്ന ഒരാളുടെ പേരുള്ള മ്യൂസിയമാണ്. ഇദ്ദേഹം നമ്മുടെ സൈന്യത്തിൽ ഒരുപാട് സംഭാവനകൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അയാളുടെ സ്വന്തം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. പുള്ളിയുടെ വീട് തന്നെയാണ് മ്യൂസിയമായിട്ട് ചെയ്തേക്കുന്നത്. 2021 ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് പ്രസിഡൻ്റായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഈ ജനറൽ തിമ്മയെക്കുറിച്ച് നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം ഒരു ಗೈಡ್ മാത്രമല്ല, ഒരു ವಿಮುಕ್ತ ಭಟನಾണെന്ന് തോന്നുന്നു. നമുക്കതെന്താണെന്ന് ಕೇಳ್ക്കാം. 61 ಜನರಲ್ ಆಗಿದ್ರು ಇಂಡಿಯನ್ ಆರ್ಮಿದು. ಅವ್ರ ಮನೆಯೇ ಮ್ಯೂಸಿಯಂ ಮಾಡಿದ್ದಾರೆ. ಟೋಟಲ್ 10-22 ರೂಮ್ ಇದೆ. ಕೊಡಗಿನಲ್ಲಿ ಕೊಡವರು ಈ ರೀತಿ ಮನೆಗಳನ್ನ ಕಟ್ಕೊಳ್ತಾ ಇರ್ತಾಯಿದ್ರು. ಇದು ಹಳೇದು ಅವರ ತಾತ ಮಗಳಿಗೆ ಕೊಟ್ಟ ಮನೆ, ತಿಮ್ಮಯ್ಯನವರ ತಾಯಿಗೆ ಕೊಟ್ಟ ಮನೆ. ಮಡಿಕೇರಿ ಅವ್ರದ್ದಾಗಿರುತ್ತೆ. ಇದು ಹಾಸ್ಪಿಟ್ಲಿಗೆ ಕೂಡ 2 ಎಕರೆ ಜಾಗ ಅವರೇ ಕೊಟ್ಟಿರೋದು. ಈ ಏರಿಯಾ ಎಲ್ಲ ಅವ್ರದ್ದೇ. ಇದು ಕೊಟ್ಟು ಲಾಸ್ಟ್ ಇದನ್ನು RTO ಆಫೀಸ್ ಕೊಟ್ಟಿದ್ದರು. ನಂತರ ಪ್ರೆಸಿಡೆಂಟ್ ಅಬ್ದುಲ್ ಕಲಾಂ ಅವರು ಬರ್ತಾರೆ. ಅವ್ರ ಬಗ್ಗೆ ಗೊತ್ತಿರುತ್ತೆ ಏನು ಸೇವೆ ಮಾಡಿದ್ದಾರೆ ಅಂತ. ಅವರ ಮನೆ ಮ್ಯೂಸಿಯಂ ಮಾಡೋಕ್ಕೆ ಹೇಳ್ತಾರೆ. ನಂತರ RTOನ ಬೇರೆ ಕಳಿಸಿ ಇಲ್ಲಿ ಮ್ಯೂಸಿಯಂ ಮಾಡಿದ್ದಾರೆ. 2021 ಪ್ರೆಸಿಡೆಂಟ್ ರಾಮನಾಥ್ ಕೋವಿಂದ್ ಮತ್ತು CDS ಬಿಪಿನ್ ರಾವತ್ ಅವರು ಬಂದು ಇನ್ನು ಇನಾಗ್ರೇಷನ್ ಮಾಡಿದರು. 22 ರೂಮ್ ಇದೆ. 22 ರೂಮಲ್ಲಿ ಅವರ ಎಜುಕೇಷನು, ಸರ್ವೀಸು, ವಾರ್ ಆಪ್ರೇಷನ್ ಬಗ್ಗೆ ಎಲ್ಲ ಇದೆ. 1948 ಮೊದಲನೇ ಯುದ್ಧ ಪಾಕಿಸ್ತಾನ ಜೊತೆ ನಡೀತದೆ. ರಾಜ ಹರಿ ಸಿಂಗ್ ಇರ್ತಾನೆ, ಇಂಡಿಯಾಗೆ ಬರಲ್ಲ ಅಂತ ಹೇಳ್ಕೊಂಡಿರ್ತಾರೆ. ಅಷ್ಟೊತ್ತಿಗೆ ಅವ್ರು ಬಂದು ಶ್ರೀನಗರವರೆಗೆ ಕೂತಿರ್ತಾರೆ. ಟ್ಯಾಂಕ್ಗಳು ಬೆಟ್ಟಗುಡ್ಡ ಪ್ರೆಸ್ಸಲ್ಲಿ ಹೋಗಲ್ಲ. ಆದರೆ ತಿಮ್ಮಯ್ಯನವರು ತಗೊಂಡು ಹೋದರು. ಯಾಕೆಂದರೆ ಫ್ಲೈಟಲ್ಲಿ, ಹೆಲಿಕಾಪ್ಟ್ರಲ್ಲಿ ಮತ್ತು ಜೀಪಲ್ಲಿ ಪಾರ್ಟ್ಸ್ ಆಗಿ ಬಿಚ್ಚಿ ತಗೊಂಡೋಗಿ ರೀಅಸೆಂಬಲ್ ಮಾಡಿ ಪುನಃ ಅಸೆಂಬಲ್ ಮಾಡಿಕೊಟ್ರು. ಅದರಿಂದ ಕಾಶ್ಮೀರ ಸಿಕ್ತು. ಇದರದೊಂದು ವಿಡಿಯೋ ಲಾಸ್ಟ್ ರೂಮಲ್ಲಿದೆ. ಅವರ ಲೀಡರ್ಶಿಪ್ಪಲ್ಲೇ ನಡೆದಿದ್ದು. ಅವರು 19 ಡಿವಿಷನಲ್ಲಿ ಡಿವಿಷನ್ ಕಮಾಂಡ್ ಆಗಿದ್ದರು. ಮತ್ತು ಫಸ್ಟ್ ಜನರಲ್ ಫೀಲ್ಡ್ ಮಾರ್ಷಲ್ ಕರಿಯಪ್ಪ ಅವರು ಕೂಡ ಅದೇ ಏರಿಯಾದಲ್ಲಿದ್ದರು. ಅವರು ವೆಸ್ಟರ್ನ್ ಕಮಾಂಡ್ ಜೀವಸ್ ಇದ್ದರು. ಅವರಿಬ್ಬರಿಂದ ಕಾಶ್ಮೀರ ಸಿಕ್ಕಲಿಕ್ಕೆ ಕಾರಣ. ಮತ್ತು ಸೆಕೆಂಡ್ ವರ್ಲ್ಡ್ ವಾರಲ್ಲಿ ಒಂದು ಬ್ರಿಗೇಡ್ನ ಕಮಾಂಡ್ ಮಾಡಿದರು. ಅದು ಇಂಡಿಯನ್ ಆಫೀಸರ್ ಇವರು ತಿಮ್ಮಯ್ಯ ಮಾತ್ರ. ಮತ್ತು ಉತ್ತರ ಕೊರಿಯಾ, ಸೌತ್ ಕೊರಿಯಾ, ನಾರ್ತ್ ಕೊರಿಯಲ್ಲಿ ಪ್ರಾಬ್ಲಮ್ ನಡೀತಾ ಇರಬೇಕಾದ್ರೆ UN ಪೀಸ್ ಕೀಪಿಂಗ್ ಫೋರ್ಸ್ ಹೋಗ್ತಾರಲ್ಲ, ಈಗಲೂ ಇದ್ದಾರೆ.
ಹಮಾಸ್ ಇಸ್ರೇಲ್ ಎಲ್ಲ ನಡೀಬೇಕಾದ್ರೆ ಅಲ್ಲಿ ಈಗ ಲೆಬನಾನಲ್ಲಿ ಕೂಡ ನಮ್ಮ ಇಂಡಿಯನ್ ಆರ್ಮಿ ಇದೆ. ಆ ರೀತಿ ಅಲ್ಲಿ ಹೋಗಿ ಶಾಂತಿ ಮಾಡಿ ಬಂದರು. ಉತ್ತರ ಕೊರಿಯಾ, ದಕ್ಷಿಣ ಕೊರಿಯಾ ಮತ್ತು ಸೈಪ್ರಸ್ ಮತ್ತು ಟರ್ಕಿ, ಸೂಯೆಜ್ ಕಾಲುವೆ ಒಂದು ಪ್ರಾಬ್ಲಮ್ ನಡೀತಾ ಇತ್ತು. ಆಗ ಈಗ ದ್ರೋಣ್ ಕೊಟ್ಟರಲ್ಲ ಪಾಕಿಸ್ತಾನಕ್ಕೆ, ಅದೇ ಟರ್ಕಿ. ಅಲ್ಲಿ ಹೋಗಿ ಶಾಂತಿ ಮಾಡ್ತಾ ಇರಬೇಕಾದ್ರೆ ನಾವು ಅವ್ರು ತೀರೋದು 18 ಡಿಸೆಂಬರ್ 1965. ಅದರದ್ದು ವಿಡಿಯೋ ಇದೆ. ಅವ್ರ ಬಾಡಿ ಇಂಡಿಯಾಕ್ಕೆ ಓಲ್ಡ್ ಫ್ಲಾಗ್ ಹಾಕಿ ಕಳಿಸ್ತಾರೆ. UN ನ್ಯಾಷನಲ್ ಫ್ಲಾಗ್ ಎರಡೂ ಕೂಡ. ಅದು ಅವ್ರಿಗೂ ತಿಮ್ಮಯ್ಯವ್ರಿಗೆ ಮಾತ್ರ ಸಿಗ್ತಿರೋದು. ಅದೇ ರೀತಿ ಎಲ್ಲ ರೂಮಲ್ಲೂ ಐ ಮೈ ರೂಟ್ಸ್ ಕೊಡುವ, ನನ್ನ ಬೇರು ಕೊಡುವ ಸಂಸ್ಕೃತಿ ಅಂತೇಳಿ ಅವರೇ ಹೇಳುವಾಗ ಎಲ್ಲ ರೂಮಲ್ಲೂ ಬರೆದಿದ್ದಾರೆ. ಮೆನ್ ಆಫ್ ದ ಹೌಸ್, ವುಮನ್ ಆಫ್ ದ ಹೌಸ್, ಅವರ ಮಿಸ್ಸಸ್ ಬಗ್ಗೆ, ಅವ್ರು ಎಲ್ಲೆಲ್ಲಿ ಸರ್ವಿಸ್ ಮಾಡಿದರು, ಎಲ್ಲೆಲ್ಲಿ ಓದಿದರು, ಮತ್ತು ಯಾವ ವಾರ್ ಆಪರೇಷನ್ ಅಟೆಂಡ್ ಮಾಡಿದ್ದಾರೆ, ಅದು ಹೇಗೆ ನಡೀತು, ಅದ್ರ ಬಗ್ಗೆ ಎಲ್ಲ ಡೀಟೇಲ್ಸ್ ಇದೆ. ಈ ಕಡೆಯಿಂದ ಎಂಟ್ರೆನ್ಸ್ ಆದರೆ ಅಲ್ಲಿಂದ ಈ ಕಡೆ. One day later. അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത് ഇവിടെ ത്രിവേണി സംഗമം എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് അത് നമ്മുടെ തലക്കാവേരി എന്ന് പറയും, നമ്മുടെ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കയറിയിട്ട് ഞങ്ങൾ തലക്കാവേരിയിലോട്ട് പോകും, മുകളിലോട്ട്. ഈ നദിയിൽ ഇറങ്ങി കൈകാലുകളൊക്കെ ശുദ്ധമാക്കിയിട്ടാണ് നമ്മൾ ആ ശിവക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ആ ഇറങ്ങുന്ന പടവുകളെല്ലാം ഭയങ്കര വഴുക്കലായിരുന്നു. കുറേ പേര് അവിടെ തെന്നി വീണു. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ തലക്കാവേരി എന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ വരെ വണ്ടി വരുവുള്ളൂ. നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് നടന്നു പോകണം. അങ്ങ് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു ക്ഷേത്രം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞില്ലേ, അത് നമ്മുടെ കാവേരി നദി ഉണ്ടല്ലോ, കാവേരി നദി ഇവിടുത്തെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ഒഴുകി പോകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതാണ് തലക്കാവേരി എന്ന് പറയുന്നത്, തലക്കാവേരി. നല്ല കണ്ടമാനം ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. മലയാളികളും പിന്നെ തമിഴരും ഒക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഈ കാണുന്ന കുളം പോലെ കാണുന്നില്ലേ, ഇതിൻ്റെ അകത്താണ് ഉറവയുള്ളത്. ഇതാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം. ഇവിടുന്ന് താഴോട്ടൊഴുകി അത് അങ്ങനെ വലിയൊരു നദിയായിട്ടാണ് തമിഴ്നാട്ടിലോട്ട് ചെല്ലുന്നത്. ഇതാണ് തലക്കാവേരി. അവിടുന്ന് ഞങ്ങൾ പോയത് നിസർഗധാമ എന്ന സ്ഥലത്തേക്കാണ്. ഇതൊരു പാർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് കന്നഡ സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അവിടെ ഒരു തൂക്കുപാലമുണ്ട്. നമ്മൾ പാർക്കിലോട്ട് കയറാൻ ഒരു തൂക്കുപാലം വഴിയാണ് പോകുന്നത്. കൊള്ളാം, ഇത് നല്ല കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് ഇത് കാണാനൊക്കെ. അടുത്തായിട്ട് ഞങ്ങൾ പോയത് മടിക്കേരിയിലെ വളരെ പ്രസിദ്ധമായ ടിബറ്റൻ മൊണാസ്ട്രിയിലേക്കാണ്. ഗോൾഡൻ ടെമ്പിൾ എന്നും അതിന് അറിയപ്പെടുന്നുണ്ട്. അവിടേക്കാണ് പോയത്. ഇതൊരു ക്ഷേത്രം മാത്രമല്ല ഗൈസ്, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ വാസസ്ഥലങ്ങളിൽ ഒന്നാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.